ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞങ്ങനെ. ജനറൽ സർവീസ് അതേപോലെ തന്നെ ഓയിൽ ചേഞ്ച് വേണ്ടാന്ന് പറഞ്ഞ ഓയിൽ നമ്മൾ ഇടയ്ക്ക് മാറ്റിയതാണ്. ടയർ ഫ്രണ്ടും ബാക്കും ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു കുടുക്കം പറയുന്നുണ്ട്. വണ്ടി സൈഡ് വലിവ് വണ്ടി ഒന്നും മറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയത്തക്ക സൈഡ് വലിവെന്ന് പറയാനില്ല. ടയർ രണ്ടും ഏകദേശം എൻ്റെ ഒരു ലൈഫിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അതായത് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് ഈ സെൻറ്ററിൽ വരാം. ടയർ വെയർ ഇൻഡിക്കേഷൻ എന്ന് പറയുന്ന സംഭവമൊക്കെയാണത്. അതൊക്കെ ശരിക്കും മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ചില ഭാഗങ്ങളിൽ ആ ലൈൻ ഇല്ല, ചില ഭാഗങ്ങളിലൊക്കെ മാഞ്ഞു പോയി. ശരിക്കും അത് വരുമ്പോഴത്തേക്കും അതിൻ്റെ മെയിൻ ഗ്രിപ്പാണത്. ആ ഭാഗമാണ് തേഞ്ഞേക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് മാറ്റേണ്ട ടൈമാണ്. അതേപോലെ തന്നെയാണ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ. ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അത്രയും അങ്ങോട്ട് പ്രോബ്ലം ഇല്ലെങ്കിലും റൈറ്റ് സൈഡ് ടയർ നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സൈഡ് വലിവ് ഫ്രണ്ട് സൈഡിൽ കാണിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരു കോൺസെപ്റ്റ്, അതായത് സെൻറ്ററിൽ ഒരു ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ ഒരു ബെയറിംഗ് എന്ന് പറഞ്ഞ റൈറ്റ് ഉണ്ട്, കോൺസെപ്റ്റ് എന്ന് പറയും. അപ്പോൾ അത് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതുള്ളൂ. കാരണം നമ്മളത് അഴിച്ച ഏകദേശം നമുക്കൊരു 1000-1200 നമുക്ക് ലേബർ ചാർജും പാർട്സ് എല്ലാം കൂടി അത് പ്രതീക്ഷിക്കേണ്ടി വരും. ഏകദേശം ഒരു 1000-1200 പ്രതീക്ഷിക്കണം അഴിച്ച് ചെയ്യുന്ന സമയത്ത്. അത് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്കത് വേണമെങ്കിൽ സർവീസിൽ ഉൾപ്പെടുത്തി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് തരാം. എന്നിട്ട് നോക്കിയിട്ട് പറ്റില്ലെങ്കിൽ മാറ്റിയാലും മതി. കാരണം അതിന് മാത്രം വലിയ പ്രോബ്ലം എന്ന് പറയാനുള്ളതായിട്ടില്ല. പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു കുടുക്കം പോലെ കാണിക്കുന്നത് ഈ ഫ്രണ്ട് മൺഗാർഡിൻ്റെ സെൻറ്ററിൽ വരുന്നൊരു ഭാഗമുണ്ട്. ഈ മൺഗാർഡ് ഷെയ്ക്കാണുണ്ട്, ഗട്ടറി ചാടുമ്പോൾ ഇതേപോലെ കിടന്ന് ഇളകിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു സൗണ്ടാണ് ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണിക്കുക. അത് അതിൻ്റെ ഉള്ളിൽ മൺഗാർഡിൻ്റെ ഒരു പാർട്ടീഷൻ പൊട്ടിപ്പോയിട്ടുണ്ട് ഉള്ളിൽ. ഫൈബറാണ്. അപ്പോൾ അത് ഒരുപാട് ഗട്ടറുള്ള വഴിക്ക് പോകുമ്പോൾ ഇത് ഫ്രണ്ടിൽ ഈ സ്റ്റീലിൻ്റെ ഇത് കൂടി വെച്ചേക്കണത് കൊണ്ട് ആ വെയിറ്റും കൊണ്ട് ഡാമേജ് തന്നെയാണ്. അപ്പോൾ അത് തൽക്കാലം അങ്ങനെ കിടന്ന് ഓർത്തെ. അത് വേറെ കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. പരമാവധി ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ പൊട്ടി കഴിയുമ്പോൾ മാറ്റി കളയാനേ പറ്റുള്ളൂ. അപ്പോൾ ടയർ ഈ പറഞ്ഞ രീതികളെ ബാക്ക് ടയർ ഏകദേശം തീർന്നിട്ടുണ്ട്. ഫ്രണ്ടും മാറ്റുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് മാറ്റണമായിരിക്കും കുറേ കൂടി ബെറ്റർ. അത് ഒന്നോലെ ഇപ്പോൾ മാറ്റണമെങ്കിൽ ഇപ്പോൾ മാറ്റാം, അതല്ലെങ്കിൽ കുറച്ചും കൂടി ഓടിയതിന് ശേഷം മാറ്റണമെങ്കിൽ ആ രീതിയിലും ചെയ്യാം കേട്ടോ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി കയറ്റി നമ്മളതിൻ്റെ ബാക്ക് സൈഡൊക്കെ അഴിച്ചിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിക്കുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് നോക്കുമ്പോൾ കമ്പനി ലൈനർ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറിനെ നമുക്ക് കിടക്കണേ കുറേ കൂടി ഉപയോഗിച്ച് തീരാനുണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ നമുക്ക് തന്നെ റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് വീല് നമ്മൾ ഈ ഒരു ഷാഫ്റ്റുമ്മയാണ് പിടിപ്പിക്കണേ. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിൽ നോക്കി നല്ല ഓയിലാണ്. എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സർവീസിൽ ഫിൽറ്റർ മാറ്റേണ്ടി വരും. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടി വരാം. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ തന്നെയാണ്, കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണത് കേട്ടോ. ക്ലച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിനകത്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും നോക്കുമ്പോൾ ബെൽറ്റ് കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്. ഇത് നല്ല രീതിയിൽ ലൈഫ് കിട്ടുന്ന മോഡലാണ്. ഹോണ്ടയിൽ വരുന്ന പവർ ലിങ്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യുന്ന ബെൽറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബെൽറ്റുകളാണ്. അപ്പോൾ അത് പരമാവധി ഇതൊക്കെ ശരിക്കും നമുക്കൊരു 50,000 കിലോമീറ്ററൊക്കെ സിമ്പിളായിട്ട് ഓടിക്കാം. പിന്നെ ക്ലച്ചിനകത്ത് ലീക്കേജ് കാര്യങ്ങളൊക്കെ നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല. വേരിയേറ്റർ ബോഡി ബോസ് ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ക്ലച്ചിൽ പറയത്തക്ക കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല. നമ്മൾ റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഈ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ചെറുതായിട്ട് ടൈറ്റ് കാണിച്ചു തുടങ്ങുന്നുണ്ട്. കാരണം ഈ സൈഡ് ഔട്ടർ സീലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അത് തൽക്കാലം ഇപ്പോൾ ഓടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പരമാവധി ഉപയോഗിക്കാം. മഴയൊക്കെ മാറി കഴിയുമ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്ത് കളയാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ആയാലും വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ കേബിളൊക്കെ ഓൾറെഡി പുതിയ കേബിളാണ് കിടക്കണം കേട്ടോ. ബാറ്ററി ആയാലും പുതിയ ബാറ്ററിയാണ്. 2026 ബാറ്ററിയാണ്, ആംബ്രോണിൻ്റെ ബാറ്ററിയാണ്. നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യണമെന്നുള്ളൂ. കാര്യം ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയ ബാറ്ററിയാണ്. എന്നാൽ പോലും സർവീസിൽ ഉൾപ്പെടുത്തി നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 12.72 വരെയാണുള്ള ലോഡ് കൊടുക്കുമ്പോഴായാലും കേട്ടോ. വേറെ പറയത്തൊക്കെ പ്രോബ്ലം ആയിട്ടൊന്നും നിലവിലൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീലും കൂടി നമ്മൾ അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകും. വേറെ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. ഫ്രണ്ട് ഷോക്കിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആകും. ഷോക്കിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഷോക്ക് ഓക്കെ. ഈ സൈഡിൽ ചെറിയൊരു നനവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കേട്ടോ. അത് നമുക്ക് നെക്സ്റ്റ് ഇനിയിപ്പോൾ അടുത്ത സർവീസിലൊക്കെ കയറ്റുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സൈഡ് അഴിച്ച മിക്കവാറും അതിൻ്റെ പൈപ്പ് കംപ്ലയിൻറ്റ് ഉണ്ടാവാം. അങ്ങനെ വരുമ്പോഴാണ് സാധാരണ ലീക്ക് വരാം. അപ്പോൾ ഈ സർവീസിൽ അങ്ങനെ ഉപയോഗിക്കാം. നെക്സ്റ്റ് അടുത്ത സർവീസിൽ കയറ്റണ സമയത്ത് നമുക്ക് ഫ്രണ്ട് ഫോർക്കും കൂടി അഴിക്കാം. കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ ഹാൻഡിൽ ബെയറിങ് കൂടി അടുത്ത സർവീസിൽ മാറ്റിയിട്ടാലും മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഫ്രണ്ട് ഫോർക്കും കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ നമുക്ക് താമസം വന്ന വർക്കാണ്. അപ്പോൾ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാവുന്ന രീതിയിൽ വേണം സർവീസിന് ബുക്ക് ചെയ്തിടാനായിട്ട്. അപ്പോൾ ഞാൻ അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് ചെയ്ത് വെച്ചേക്കാം. അത് എന്നിട്ട് കറക്റ്റായിട്ട് ആ രീതിയിൽ ചെയ്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഈ സൈഡ് കുറേ ഓടിക്കുമ്പോൾ ലീക്ക് വരും. കാരണം ചെറിയൊരു നനവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പൈപ്പ് മാറ്റേണ്ടി വരും. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ഫോർക്ക് പൈപ്പ് കാര്യങ്ങൾ മാറ്റാം, കോൺസെപ്റ്റ് മാറ്റാം, ഫോർക്ക് വീല് മാറ്റാം, ഫ്രണ്ട് ടയറൊക്കെ ആ കൂട്ടത്തിൽ മാറ്റിയിട്ടാലും മതി. അപ്പോൾ എന്തായാലും ആ ഒരു ഒറ്റ വർക്ക് വരും. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ഫ്രണ്ട് വർക്ക് ഒരുമിച്ച് ചെയ്ത് പോകണമായിരിക്കും നല്ലത്. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്, ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം കേട്ടോ. എഞ്ചിൻ ഓയിൽ നോക്കി നല്ല ഓയിലാണ്, അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മാറ്റിയതാണല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അടുത്ത സർവീസിൽ നമുക്ക് ചെയ്യേണ്ട വർക്കുകളുടെ ഡീറ്റെയിൽസ് ഞാൻ നോട്ട് ചെയ്ത് തരാം. അപ്പോൾ അതും പ്രകാരം നോക്കി നമുക്ക് അടുത്ത സർവീസിൽ ബാക്കിയുള്ള വർക്കുകൾ പെൻഡിങ് വർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിലവിലെ ടയർ അപ്പം മാറ്റിയിട്ടാലും മതി കേട്ടോ, ഒരുമിച്ച് ചെയ്താലും മതി. ബാക്കിലത്തെ വേണമെങ്കിൽ നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്ത് തരാം. ഫ്രണ്ടിലത്തെ എന്തെങ്കിലും അടുത്ത ഫ്രണ്ട് ഫോർക്കുമായി ബന്ധപ്പെട്ട ബെയറിങ്, ഫോർക്കിൻ്റെ ഒൽസിൽ കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ ഒരുമിച്ച് മാറ്റിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് മാറ്റാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ മാറ്റേണ്ട ഡീറ്റെയിൽസ് ഞാൻ അടുത്തത് പറഞ്ഞുതരാം. അടുത്ത സർവീസിൽ ചെയ്യേണ്ട വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോട്ട് ചെയ്ത് തരാം. അപ്പോൾ അതും പ്രകാരം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. അപ്പോൾ ഇപ്പോഴത്തെ നിലവിൽ എസ്റ്റിമേറ്റിൽ ബാക്ക് ടയർ ഉൾപ്പെടുത്തുന്നുണ്ട്. ബാക്ക് ടയറും സർവീസ് വർക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് തരാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ. ഓക്കെ.